നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വെക്കുന്ന കണക്കുകൂട്ടലുകളെയെല്ലാം, നമ്മുടെ ലോജിക്കിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. കാലങ്ങളെ അതിജീവിച്ച, ഒരുപാട് ഹൃദയങ്ങളെ പിടിച്ചുലച്ച ഒരു ചോദ്യം. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ഈ ഒരു ചോദ്യം ബൈബിളിൽ നമ്മൾ കാണുന്നത് ദൈവം ആദ്യമായി അബ്രഹാമിനോടും സാറയോടുമാണ് ചോദിക്കുന്നതായിട്ടാണ്. പക്ഷേ ഇതൊരു വെറും ചോദ്യമായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ അതൊരു പ്രഖ്യാപനമായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള, അവിടുത്തെ മാറ്റമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനം. അപ്പോ എന്തായിരുന്നു ശരിക്കും ആ സാഹചര്യം? എന്തിനാ ദൈവം അങ്ങനെ ചോദിച്ചത്? ആ ചോദ്യത്തിന് അന്നും ഇന്നും എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രസക്തി? നമുക്കതൊന്ന് മനസ്സിലാക്കാൻ സാറയുടെ ജീവിതത്തിലേക്കൊന്ന് പോയി നോക്കാം, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാറയുടെ അവസ്ഥ എന്തായിരുന്നു? പ്രായം ഒരുപാടായി. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ശാരീരികമായ കഴിവ് എന്നേ നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ഒരു കുഞ്ഞിനുവേണ്ടി കാത്തിരുന്ന് നിരാശ മാത്രം ബാക്കിയായൊരവസ്ഥ. മനുഷ്യന്റെ കണ്ണിൽ നോക്കിയാൽ എല്ലാ വാതിലുകളും അടഞ്ഞു. ഒരു പ്രതീക്ഷയ്ക്കും ഒട്ടും വകയില്ലാത്തൊരു ജീവിതം, അല്ലേ? ഇവിടെയാണ് മനുഷ്യന്റെ ലോജിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയും തമ്മിൽ നേർക്കുനേർ വരുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളോട് ഉറക്കെ വിളിച്ചു പറയും, ഇംപോസിബിൾ, ഇത് നടക്കില്ല എന്ന്. പക്ഷേ ദൈവം പറയുന്നത് എന്താണെന്നറിയോ? ഐ ആം പോസിബിൾ. അതായത് എന്നോടൊപ്പം എല്ലാം സാധ്യമാണ്. ദൈവം ശരിക്കും നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്: എന്റെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ എത്രയോ വലുതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആയിരക്കണക്കിന് വർഷം പിന്നിലുള്ള സാറയുടെ കഥയിൽ നിന്ന് നേരെ ഇന്നത്തേക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് സാർ അനുഭവിച്ച അതേപോലത്തെ ഒരു നിസ്സഹായാവസ്ഥ ഒരുപക്ഷെ ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് വർഷങ്ങളായിട്ട് ഒരു മാറ്റവുമില്ലാതെ പോകുന്ന നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളാകാം. അല്ലെങ്കിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി എത്ര നാളായി കാത്തിരിക്കുന്നു, അതുമാകാം. ആരോഗ്യം പതിയെ കൈവിട്ടു പോകുന്ന അവസ്ഥ, തകർന്നുപോയ റിലേഷൻഷിപ്സ്. ഇനി അതൊന്നും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കിട്ടാത്തതിൻ്റെ ആ ഒരു വേദന. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ സാറയുടെ അവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം തളർന്നുപോകും. നമ്മൾ സ്വയം ചോദിക്കും, ഇനി ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമോ? ഞാൻ ആഗ്രഹിച്ച ആ ഒരു നല്ല ദിവസം എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരുമോ? ആ സംശയത്തിൻ്റെയും വേദനയുടെയുമൊക്കെ ആഴങ്ങളിലേക്കാണ് ദൈവം തൻ്റെ ആ ചോദ്യവുമായി വരുന്നത്. എൻ്റെ മകനെ, എൻ്റെ മകളെ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെയുള്ള ആദ്യത്തെ ഉത്തരം എവിടെയാണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ സമയത്തിലാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എല്ലാത്തിനും കൃത്യമായ, ഏറ്റവും പെർഫെക്റ്റായ ഒരു ദൈവിക ടൈമിംഗ് ഉണ്ട്. ദൈവം സാറയോട് എന്താ പറഞ്ഞത്? നിയമിച്ച കാലത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമെന്നോ? ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിയമിച്ച കാലത്ത്. അതിൻ്റെ അർത്ഥമെന്താ? ദൈവം മറന്നുപോയതല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതുമല്ല. മറിച്ച് ഏറ്റവും ശരിയായ സമയത്ത്, ഏറ്റവും മനോഹരമായിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ കറക്റ്റ് ടൈം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരത്ഭുതം തന്നെ സംഭവിക്കും. അതുവരെ നമുക്ക് മുന്നിലൊരു തടസ്സമായിട്ട് നിന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കടന്നു പോകാനുള്ള വാതിലുകളായി മാറും. കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങും. ഒരിക്കലും നടക്കില്ലെന്ന് നമ്മളും ലോകവും വിധിയെഴുതിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കൺമുന്നിൽ സംഭവിക്കാൻ തുടങ്ങും. ഈ പറയുന്ന കാര്യം, അതായത് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന സത്യം, ഇത് ബൈബിളിൽ എവിടെയോ ഒരിടത്ത് മാത്രം പറയുന്നൊരു കാര്യമല്ല കേട്ടോ. ഇത് ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന, ഒരിക്കലും മാറ്റമില്ലാത്തൊരു വലിയ വാഗ്ദാനമാണ്. നമുക്ക് ആ വചനങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ? യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം തന്നെ തന്റെ ശക്തിയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ യഹോവ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊരു വെറും ചോദ്യമല്ല, ഇതു ദൈവത്തിന്റെ തന്നെ ഒരു സാക്ഷ്യമാണ് അവിടുത്തെ കഴിവിനെക്കുറിച്ച്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാലോ? അവിടെയും ഇതേ സത്യം തന്നെ ആവർത്തിക്കുന്നത് കാണാം. മറിയ സംശയിച്ചു നിന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ എന്താ പറഞ്ഞത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. കണ്ടില്ലേ? ഒരേ സത്യം, ഒരേ വാഗ്ദാനം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിനൊരു മാറ്റവുമില്ല. അവസാനമായി ഈ സത്യത്തിന് ഒരു അവസാന മുദ്ര വെച്ചുകൊണ്ട് യേശുക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോട് ഉറപ്പിച്ചു പറയുന്നുണ്ട്: മനുഷ്യർക്കത് അസാധ്യമായിരിക്കാം, പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു ഉറപ്പ് നമുക്ക് വേറെ വേണ്ട, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം: ദൈവത്തിന് എല്ലാം സാധ്യമാണെങ്കിൽ പിന്നെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതൊന്നും നടക്കാത്തത്? കാരണം ദൈവത്തിൻ്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരണമെങ്കിൽ നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ പേരാണ് വിശ്വാസം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്?
വളരെ സിമ്പിളാണ്. ഒന്നാമതായിട്ട് നമ്മുടെ സ്വന്തം കണക്കുകൂട്ടലുകളും ലോജിക്കുമൊക്കെ അങ്ങ് മാറ്റിവെക്കുക, ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുക. രണ്ടാമതായിട്ട് സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും ദൈവത്തിന്റെ വാക്കിൽ, ആ വാഗ്ദാനത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക. മൂന്നാമത്തേത് മറുപടി കിട്ടുന്നതുവരെ പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോവുക. ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് പർവ്വതത്തെ ഇളക്കി മാറ്റുന്ന അത്ര വലിയ വിശ്വാസമൊന്നും ചോദിക്കുന്നില്ല. വേണ്ടത് ഒരു കടുകുമണിയോളം ചെറിയ വിശ്വാസമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ആമേൻ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു യെസ് ലോഡ്, അത്ര മതി. ആ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അസാധ്യങ്ങളെ തകർത്ത് കളയാൻ പറ്റും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും ഒരു പഴയ ചരിത്ര പുസ്തകത്തിലെ വെറും കഥകളല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. അതിനർത്ഥം അവിടുന്ന് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. മുന്നോട്ട് വഴിയുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ നിങ്ങൾ? ദൈവം നിങ്ങൾക്കായി ഒരു പുതിയ വാതിൽ തുറന്നുതരും. മനസ്സമാധാനം നഷ്ടപ്പെട്ടോ? വിഷമിക്കണ്ട, ദൈവം അത് നിങ്ങൾക്ക് തിരികെ തരും. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുപോയോ? ദൈവം അത് വീണ്ടും പണിയും. അതെ, ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അന്ന് സാറയുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത അതേ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു രക്ഷയുമില്ലെന്ന് നിങ്ങൾ കരുതി തള്ളിക്കളഞ്ഞ, മരിച്ചുപോയെന്ന് വിചാരിച്ച സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വീണ്ടും ജീവൻ നൽകാൻ ശക്തനാണ്. അതുകൊണ്ടൊന്ന് ഓർക്കുക, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇല്ല, തീർച്ചയായുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റുന്ന ഒരു വർഷമാണ് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നത്. ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം.